ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ വേളാങ്കണ്ണിയിലെത്തി. ഡയറക്റ്റ് ട്രെയിനാണ് വന്നത്. വേളാങ്കണ്ണി സ്റ്റേഷനിൽ ഇറങ്ങി ഇനി റൂം എടുക്കാൻ വേണ്ടി, പള്ളിവക റൂം എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഇതുണ്ട്, ഇത്ര ആളുണ്ട്. നമ്മൾ ക്യൂ നിന്ന് വേണം ചെയ്യുന്നതിന്. അപ്പോൾ നമുക്ക് ഏകദേശം ആയിരിക്കുന്നു. നമുക്ക് റൂം എടുക്കാൻ ആൾ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യൂ നിന്നിട്ട് വേണം അവിടം വരെ എത്താൻ. ഓക്കെ ഫ്രണ്ട്സ്, മെയിൻ പള്ളി വേളാങ്കണ്ണി, ഇതാണ് മെയിൻ പള്ളി. ഇത് നമ്മൾ ഇപ്പോൾ നമ്മുടെ റൂമിൽ പോയി അടുത്ത നമ്മുടെ ഒരു മലയാളം കുർബാന കൂടിയിട്ട് നമ്മൾ വരുന്ന വഴിയാണ്. കാണുന്നതാണ് മെയിൻ പള്ളി, വേളാങ്കണ്ണി പള്ളി. ഇതാണ് മറ്റേ മുട്ടുമ്മ കയറുന്നത്, നമ്മൾ കണ്ടായിരുന്നു. നമുക്ക് കയറാൻ ഉച്ച കഴിഞ്ഞാണ് കയറുന്നത്. ഇപ്പോൾ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ്, പള്ളിയുടെ മുമ്പിലുള്ള റോഡാണിത്. ബാരിക്കേഡ് പോലെ എല്ലാം വെച്ച് ഇതൊരു മതിലാണ് നമ്മൾ ക്രോസ് ചെയ്ത് വരുന്നത്. ഇത് പോയിട്ട് മുട്ടുകുത്തി വരികയാണ് എല്ലാവരും. ഇതിൽ നമ്മൾ പള്ളിയുടെ ഒരു സൈഡിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് പള്ളി. ഇവിടെ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരി കത്തിക്കുന്ന ഇതാണിത്. നമ്മൾ തിരി കത്തിച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടിലും താഴും താക്കോലും ഒക്കെ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന അതൊന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു വഴിപാട് തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. പണി നടക്കുകയാണ് പുല്ല്. ഇതാണ് ഗൈസ് കേരള ഫുഡ് കിട്ടുന്ന ഇവിടെ ഒരു റെസ്റ്റോറൻ്റാണിത്. ഇപ്പം ഫെലിക്സ് വെച്ച് ഓടിപ്പഞ്ഞ് നടക്കാണ്. ഇത് പള്ളിവക ഷോപ്പിംഗ് മാള്, ബുക്ക് സെൻറ്റർ. അത് പള്ളിയാണ്. അപ്പം നമ്മൾ മ്യൂസിയം കണ്ടു. മ്യൂസിയം എന്ന് വെച്ചാൽ ഇവിടെ ഓരോ ആളുകൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഒരു വഴിപാടുകൾ കൊടുത്തില്ല, സ്വർണം, വെള്ളി, കാൽ രൂപം, ആൾ രൂപം ഒക്കെ. അതാണ് ഈ മ്യൂസിയം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ മ്യൂസിയം. മ്യൂസിയത്തിലേക്ക് പോവാണ്. ഇതിലേക്ക് വേണ്ട എണ്ണ, തിരി എല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഗേസ്. ഇതാണ് ഷോപ്പിംഗ് മാള്, പള്ളിവക ഷോപ്പിംഗ് മാള്. ബുക്ക് സെൻറ്റർ. നമ്മളിപ്പോൾ ഇതൊക്കെ അത് ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരേണ്ടി. ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഇതാണ്. റോഡ് സൈഡിൽ
ഇങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി തരികയാണ്. അടുപ്പുകളാണ് ഈ കാണുന്നത്. വട, ദോശ എല്ലാം